ഹയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂയാണ്. അങ്ങനെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും ആ ശരത്തും കൂടിയിട്ട് അവരുടെ ആ ഓഫീസിൽ ഇരുന്നിട്ട് ഈ രണ്ട് എഴുത്തുകാരുടെ കഥ അങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് എഴുത്തുകാർ അവരുടെ ആ കഥ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു നാടൻ പെൺകുട്ടി, ഒരു ഗ്രാമീണയായ ഒരു പെൺകുട്ടിനെ കുറിച്ചാണ് കഥ. അവളെന്ന് പറയുന്നത് നല്ല സൽസ്വഭാവിയായിട്ടുള്ള നല്ല പെരുമാറ്റമുള്ള നല്ലൊരു പെൺകുട്ടിയാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കൊക്കെ പാട്ടിനും എല്ലാത്തിനും പങ്കെടുത്ത് നല്ല ഒരു എല്ലാ സോഷ്യലി എല്ലാവരോടും നല്ല മിങ്കിളായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഈ പാവപ്പെട്ട ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു വലിയ പണക്കാരനായിട്ടുള്ള ഒരു ചെറുക്കന് അവന് വിദേശത്തു നിന്ന് പഠനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളെ കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രണയകഥയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് എന്നൊക്കെ ഈ സുകുമാരി മുത്തശ്ശിനോട് പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ബാക്കി കഥ കൂടി കേൾക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ പറയുന്ന കഥ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ആദ്യം ഇവർ രണ്ട് പേരും തമ്മിൽ കാണുമ്പോൾ നല്ല ഉടക്കാണെങ്കിൽ പിന്നീട് ഇവർ രണ്ടുപേരും നല്ല പ്രണയത്തിലേക്ക് അങ്ങ് വഴി മാറുന്ന ഒരു കഥയാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇവളുടെ പ്രണയത്തിൻ്റെ ഇടയിലേക്ക് ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് ഒരു പെൺകുട്ടി കൂടി അങ്ങ് വരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രണയം കാണുമ്പോൾ ആ ഒരു പണക്കാരനായ ചെറുക്കനെ അങ്ങ് മോഹിക്കുകയാണ് അവരുടെ ആ ഒരു പണം കണ്ടിട്ട്. അപ്പോൾ ആ ഒരു പണക്കാരനായ ആ ചെറുക്കനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഇവർക്കിടയിൽ ഇവരങ്ങ് വേർപിരിയാൻ വേണ്ടി ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കഥ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ സുകുമാരി മുത്തശ്ശിയോട് അങ്ങ് കഥ കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി കഥ കേട്ടിട്ട് പറയുന്നുണ്ട്, ഈ കഥ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നൊക്കെ ഇവരോട് അങ്ങ് തുറന്നടിച്ച് പറയണേ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഞങ്ങൾ വലിയ ഫേമസ് എഴുത്തുകാരാണ്, ഞങ്ങൾ ഭയങ്കര ഡിമാൻഡുള്ളൊരു എഴുത്തുകാരാണ്, എന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെ കഥ എഴുതേണ്ടതെന്നൊക്കെ നന്നായിട്ട് അറിയാം എന്നൊക്കെ അങ്ങനെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് കഥ ഒട്ടും ഇഷ്ടമായിട്ടില്ല, ഇത് ഞാൻ നടത്തുന്ന കമ്പനിയാണ്, ഞാനാണ് പൈസ ചിലവാക്കുന്നത്, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഥ ഒട്ടും ഇഷ്ടമാവാത്തത്, ഈ കഥ ഒന്ന് മാറ്റി എഴുതാൻ പറയാം, ഈ കഥ വേണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കഥ എഴുതി, ഈ കഥ എനിക്ക് വേണ്ട എന്നൊക്കെ അങ്ങനെ ഇവരോട് അങ്ങ് പറയണം. അപ്പോൾ ഈ എഴുത്തുകാർക്ക് കുറച്ച് ദേഷ്യം വരികയാണ്. അവർ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ ഈ കഥ പെട്ടെന്ന് അങ്ങ് വേണ്ട, വേറെ കഥ എഴുതി എന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ പെട്ടെന്ന് മാറ്റാൻ ഇത് എവിടെ നിന്ന് വരാനാണ്, ഇതൊക്കെ ഇങ്ങനെ അവരുടെ ഓർമ്മയിലൊക്കെ ഇങ്ങനെ അവരുടെ ഭാവനയിൽ ഉണ്ടായി വരേണ്ട കഥകളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അങ്ങ് സുകുമാരി മുത്തശ്ശിനെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ എടുത്തു തരാൻ ഇതെന്താ ഞങ്ങൾ കൊണ്ട് നടക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഈ സുകുമാരി മുത്തശ്ശിനെ അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി വിടുന്നില്ല. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അവരോട് അറിയുന്നുണ്ട്, എണീറ്റ് പോടാ ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്, എണീക്കടാ എൻ്റെ ഓഫീസിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് തല്ലി ഓടിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഞങ്ങളുടെ കഥയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത്, ഞങ്ങൾ അത്രയും തിരക്കുള്ള രണ്ട് എഴുത്തുകാരാണ്, പിന്നെ ഞങ്ങൾക്ക് നല്ല ഡിമാൻഡും ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെപ്പോലെ അല്ല ലോക്കൽസിൻ്റെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ശരത്തിനും കൂടി അവരങ്ങ് വാണിങ്ങി കൊടുക്കുന്നുണ്ട്. എടാ ശരത്തെ, നിനക്ക് ഞങ്ങൾ പിന്നീട് വെച്ചിട്ടുണ്ട്, നിന്നെ ഞങ്ങളൊന്ന് കാണുന്നുണ്ട്, ഇങ്ങോട്ടാണോ ഇവരുടെ അടുത്തേക്കൊക്കെയാണ് ഞങ്ങളങ്ങ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് വഴക്ക് പറഞ്ഞിട്ട് ഈ രണ്ട് എഴുത്തുകാർ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. ശരത്തിനാണെങ്കിൽ ഈ സുകുമാരി മുത്തശ്ശിയുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അവൻ ആകെ ഒന്ന് നാണം കെട്ടിയിരിക്കുകയാണ്. കാരണം അവന് കൊണ്ടുവന്ന രണ്ട് ആളുകളെയാണ് ഈ മുത്തശ്ശി അപമാനിച്ച് വിട്ടത്. അതുകൊണ്ട് തന്നെ ശരത്ത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം നേരെ സുകുമാരി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രിയങ്കയും ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്തിനാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്, അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഇനി ഒരു സിനിമ എടുക്കുക, ആ ഒരു സിനിമ എടുക്കണമെങ്കിൽ കഥ അത്യാവശ്യമാണ്, അപ്പോൾ ആ കഥ നമ്മൾ തിരക്കഥ ആക്കിയിട്ട് അങ്ങനെയല്ല സിനിമ എടുക്കേണ്ടത്, പിന്നെ ഇങ്ങനെയൊക്കെ മുത്തശ്ശി പെരുമാറിയാൽ പിന്നെ നമുക്ക് എങ്ങനെ സ്റ്റോറി കിട്ടുക എന്നൊക്കെ അങ്ങനെ ഈ മുത്തശ്ശിനോട് ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു ക്യാരക്ടർ മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും ആ കഥ നല്ല രസമുണ്ടായിരുന്നല്ലോ, എന്തിനാ പിന്നെ വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ സുകുമാരനോട് ചോദിക്കുമ്പോൾ സുകുമാരൻ മുത്തശ്ശിയുണ്ട്, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ആ കഥ ശ്രദ്ധിച്ചോ, ഒരു പാവപ്പെട്ടൊരു പെൺകുട്ടി, ഒരു ഗ്രാമീണയായ പെൺകുട്ടി, നല്ല സൽസ്വഭാവിയായൊരു പെൺകുട്ടി, അത് ആരെ ഉദ്ദേശിച്ചെന്നറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ ഓടുന്നില്ല, ഇവർക്ക് എന്താ ഈ പറയുന്നതെന്നൊന്നും ഓടുന്നില്ല. അപ്പോൾ സുകുമാരൻ മുത്തശ്ശി അതാണ് ആ രാധിക നിൻ്റെ ചേച്ചി, പിന്നെ ആ പണക്കാരനായ വിദേശത്ത് നിന്ന് പഠിക്കാൻ വന്ന് ഇങ്ങോട്ട് വന്ന് അവളെ കാണുന്ന ഒരു പെൺകുട്ടിയില്ലേ, ആ ഒരു ചെറുക്കന്, ആ ചെറുക്കനായ വരുണ്, പിന്നെ അവർക്കിടയിലേക്ക് അവരുടെ ആ ഒരു പ്രണയം തകർക്കാൻ വേണ്ടി വരുന്ന ആ വില്ലത്തി, അതാരാ, അത് നീയാണ്, ഇതൊന്നും നിനക്ക് ഓടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരത്തം പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, അതെങ്ങനെ മുത്തശ്ശിക്ക് അത്ര പെട്ടെന്ന് ഓടിയത് എന്നൊക്കെ ഇങ്ങനെ ഇവൻ ചോദിക്കുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതേ അതെനിക്ക് പെട്ടെന്ന് തന്നെ ഓടി, അതുകൊണ്ടാണ് ഞാൻ ആ കഥ വേണ്ടാന്ന് പറഞ്ഞത്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ കഥ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ ഇവരോട് രണ്ടുപേരോട് അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ആ കഥ വേണ്ടാന്നുള്ളൊരു മട്ടിലെത്തുകയാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ സുകുമാരി മുത്തശ്ശി ഒരു വാഷ്റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ മിററിൻ്റെ മുന്നിൽ നോക്കിയിട്ട് ആ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്, അവരുടെ ആ ഒരു ഔട്ട്ഫിറ്റും അവരുടെ ആ ഒരു ലുക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ശരത്തും ആ പ്രിയങ്കയും കൂടി നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി എന്താ കുറേ നേരമായിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, നോക്ക് ആ രണ്ട് എഴുത്തുകാരും എന്നോട് ഒരു ബഹുമാനം ഇല്ലാതെ എന്തൊക്കെയോ തർക്കുത്തരൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയത്, എന്നെ അവർക്ക് ഒട്ടും ഒരു ബഹുമാനം പോലും തോന്നിയിട്ടില്ല. അതെന്താ, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ തോന്നുന്നത്, എൻ്റെ ഈ ഒരു ലുക്കൊക്കെ മാറ്റി ഒരു വേറൊരു എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലുക്കാണ്, ആരെങ്കിലുമൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ എന്നോടൊരു ബഹുമാനം തോന്നണം, അതുപോലെയുള്ളൊരു ലുക്കിലേക്ക് എനിക്ക് മാറണം, ഈ ഒരു ലുക്ക് എനിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി പറയണം. ആ ഒരു ലുക്ക് കൊണ്ടായിരിക്കും അവരെ റെസ്പെക്റ്റ് ചെയ്യാതിരുന്നത്. ഇനി വേണമെങ്കിൽ കുറച്ച് റിച്ച് ലുക്കിലൊക്കെ നിന്നിരുന്നെങ്കിൽ ആ എഴുത്തുകാർ വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ബഹുമാനിച്ചേനെ എന്നൊക്കെയാണ് സുകുമാരി മുത്തശ്ശി പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അത് സപ്പോർട്ട് ചെയ്യണേ. അത് ശരിയാണ് മുത്തശ്ശിയുടെ ഈ ഒരു ലുക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമല്ലോ, നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് മാറ്റിയെടുക്കാം എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇപ്പം മുത്തശ്ശീനെ കണ്ടാൽ ആർക്കും ഒന്ന് ബഹുമാനിക്കാനൊന്നും തോന്നൂല, പക്ഷേ മുത്തശ്ശി ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ ആളുകളൊക്കെ ഒന്ന് ബഹുമാനിച്ച് മേഡം എന്നൊക്കെ ഒന്ന് വിളിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ രണ്ട് പേരുടെ ആഗ്രഹം പോലെ തന്നെ നമുക്കൊന്ന് ഈ ചേഞ്ചൊക്കെ ഒന്ന് മാറ്റാം, ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഔട്ട്ഫിറ്റിലേക്ക് അങ്ങ് മാറാം എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശി അങ്ങ് സമ്മതിച്ച് അവർ ആ ഒരു തീരുമാനത്തിലെത്തുകയാണ്. പരമേശ്വരനും സൂര്യയും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവരുടെ ആ ഒരു പരിചയമുള്ള ആളുകളോടൊക്കെ പണമൊക്കെ ചോദിച്ച് കിട്ടാതെ നിരാശരായി അങ്ങ് കാറിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ഈ പരമേശ്വരൻ ഭയങ്കര ടെൻഷനിലാണ്, ഏത് സമയത്തും ജപ്തി നടക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കണം പരമേശ്വരന്. അപ്പോൾ നമ്മുടെ സൂര്യ പറയുന്നുണ്ട്, എന്താ അച്ഛനും വല്ലാതിരിക്കുന്നത്, ഞാൻ ഓരോ വീട്ടിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ അവരുടെ ആ ഒരു ഭാവം ശ്രദ്ധിക്കുമായിരുന്നു, എന്തൊരു ഭാവവ്യത്യാസമായിരുന്നു അവർക്ക്, അച്ഛൻ ഒരുപാട് തവണ അവരെ സഹായിച്ചിട്ടുള്ളതാണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ച അവരൊന്നും നമ്മളെ ഒരു പ്രശ്നം വരുമ്പോൾ സഹായിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നിരാശനായി ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട്. ഞാൻ അവരുടെ ആ ഒരു ഭാവങ്ങളും എല്ലാം ഞാൻ നോക്കി കാണുമായിരുന്നു, എന്തൊരു മാറ്റമല്ലേ ആളുകൾക്ക്, പണം ഉണ്ടാകുമ്പോഴും പണം ഇല്ലാത്തപ്പോഴും എന്ന് സൂര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയാണ്, പണക്കാരാണെങ്കിൽ നല്ല പൈസ കയ്യിലെന്നുണ്ടെങ്കിൽ അവൻ രാജാവിനെ പോലെ ആയിരിക്കും, പണം കയ്യിലില്ലെങ്കിൽ അവൻ വെറും ദരിദ്രനെ പോലെ ആയിരിക്കും, അതുപോലെ ആയിരിക്കും ആളുകളും പെരുമാറുന്നത്, പണം ഉണ്ടെങ്കിലേ റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. അവരുടെ ഓരോരുത്തർക്കും ഞാൻ ഒരുപാട് സഹായമൊക്കെ ചെയ്തിരുന്നു, പക്ഷേ അവരെ നീ കണ്ടില്ലേ, ഞാൻ അവരോട് സഹായം ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ ആ ഒരു കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ അവരങ്ങ് മുന്നോട്ടിട്ട് തന്ന്, അതിനർത്ഥം അവർക്ക് സഹായിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെ ആയിരുന്നു. എന്തായാലും ഇപ്പോഴെനിക്ക് മനസ്സിലായത് പണം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. പണം ഇല്ലാത്തത് കൊണ്ട് എത്രമാത്രം അവർ ആ പണം ഉള്ളപ്പോൾ സഹായിച്ച ആളുകളും അവരെ കയ്യൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിരാശയിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് വരുണിൻ്റെ അച്ഛനൊരു കോള് വരുന്നത്. ആ കോൾ ചെയ്യുന്നത് വേറെ ആരുമല്ല, ആ ബാങ്കിലുള്ള ആ ഒരു മാനേജറാണ്. അപ്പോൾ ആ മാനേജർ നേരെ ഈ വരുണിൻ്റെ അച്ഛനോട് അങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഹൈക്കോടതിയിൽ നിന്ന് നീളം കിട്ടുമെന്ന് തോന്നുന്നില്ല, നാളെ തന്നെ ജപ്തി നടക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഇനി എനിക്ക് നീളം കഴിയുമെന്ന് തോന്നുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ മാനേജർ വിളിക്കുന്നത്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രൊസീജിയറൊക്കെ കണ്ടിന്യൂ ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഒന്നും ചെയ്യാനില്ല, ഇനി അവരുടെ ആ ജപ്തിയെങ്കിലും നടന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പരമേശ്വരൻ അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യണം. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ പരമേശ്വരൻ ഭയങ്കരമായിട്ട് തകർന്നങ്ങനെ നിൽക്കുന്നതൊക്കെ സൂര്യ കാണുന്നുണ്ട്. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ല ആരാ വിളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഈ പരമേശ്വരൻ അതൊന്നും മറച്ചു വെക്കുകയാണ്. അതെൻ്റെ ഒരു സുഹൃത്താണ് എന്നൊക്കെ പറയണേ. അപ്പോൾ സുഹൃത്ത് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛനും ഭയങ്കരമായിട്ട് ടെൻഷനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നിനക്ക് തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു കാര്യം പറയാതെ ഇങ്ങനെ മെല്ലെ അതിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ഇനി അവരെ കൂടി അങ്ങ് ടെൻഷൻ ആക്കണ്ടല്ലോ, അവരും കൂടി ഒന്ന് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വേണമെങ്കിൽ വിചാരിച്ചിട്ടായിരിക്കും അവർ ആ കാര്യം അങ്ങ് മറച്ചു വെക്കുകയാണ്. ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ ദേവനും യശോദയും ഇങ്ങനെ നമ്മുടെ സുകുമാരി മുത്തശ്ശിനെയും പ്രിയങ്കനെയും രാത്രിയായിട്ടും കാത്തിരിക്കണം. ഇത്ര നേരമായിട്ട് അവരെന്താ വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് അവരുടെ വീട് മുറ്റത്തേക്ക് ഒരു കാർ അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ ആ കാറ് കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുകയാണ് ഇത് ഇവർ രണ്ടുപേരും എടുത്തതായിരിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കി കാണുകയാണ്. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറും ഉണ്ട്.
ഇവർ രണ്ടുപേരും കാറിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സുകുമാരൻ മുത്തശ്ശി ആ ഡ്രൈവറോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാറിൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ, ഞാൻ ഇരിക്കുന്നിടത്ത് ഒരു കുഷീനൊക്കെ വെക്കണം, എനിക്ക് ഊര വേദനിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ പണക്കാരെ പോലെ ഇങ്ങനെ പെരുമാറാണ് ആ ഒരു ടാക്സി ഡ്രൈവറോടൊക്കെ. എന്നിട്ട് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ടാക്സി ഡ്രൈവർ അവർക്ക് ഒരുപാട് ഈ ഷോപ്പിംഗ് ചെയ്ത കവറുകളൊക്കെ അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ വലിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വരവെന്ന്. അപ്പോൾ ഇവരങ്ങനെ കയറി അങ്ങ് ചെല്ലാണ് വീടിനകത്തേക്ക്. അവരുടെ റൂമിലേക്ക് അങ്ങ് പോകാൻ നേരത്ത് ദേവന് വീണ്ടും അവരങ്ങ് വിളിക്കണം. അമ്മയൊന്ന് അവിടെ നിന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല എന്താടാ പിറകീന്ന് വിളിക്കുന്നത്, ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പിറകീന്ന് വിളിക്കരുതെന്ന്, അതൊരു ശുഭലക്ഷണം അല്ല എന്നൊക്കെ അങ്ങനെ ഇവനോട് അങ്ങ് പറയണേ. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നൊക്കെ അങ്ങനെ ഈ സുകുമാരി മുത്തശ്ശിനോട് വീണ്ടും ആ പണം തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റി പറയാൻ വേണ്ടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. പക്ഷേ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, അതിന് ഞാൻ എന്നോട് മറുപടി ആയിട്ടും എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ അങ്ങനെ തിരിച്ചും ചോദിക്കണേ. അപ്പം ദേവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ആ പണത്തിൻ്റെ കാര്യമാണ്, നമുക്ക് ആ കണിമംഗലത്ത് ആ പണത്തെ തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഇവർ രണ്ട് പേർക്കും ഇങ്ങനെ ദേഷ്യം വരുന്ന കണ്ട. അപ്പോൾ ഈ പ്രിയങ്ക നേരെ കയറി വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛന് തീരെ ഒരു ചിന്തിക്കാനുള്ളൊരു സെൻസില്ലേ, കാരണം ആ കണിമംഗലത്തുകാരെ എനിക്ക് വെറുതെ തന്നൊന്നുമല്ല, ഞാൻ ഡിവോഴ്സ് ആയപ്പോൾ എനിക്ക് തന്ന പണമാണത്, ആ പണം ഞാൻ എങ്ങനെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്, എത്രയോ ഡിവോഴ്സായ ആളുകൾ പണമൊക്കെ വാങ്ങിയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അല്ല ഇത്, ഞാൻ അവരോട് ചോദിച്ചത് വെറും 25 കോടിയാണ്, അപ്പോൾ ആ ഒരു പണം ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കുക, ഞാൻ അതൊരിക്കലും തിരിച്ചു കൊടുക്കില്ല, അത് എൻ്റെ പണമാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട്, പക്ഷെ അവരുടെ അവസ്ഥ ഇപ്പം വളരെ മോശമാണെന്നാണ് കേട്ടത്. അവരുടെ ആ ഒരു ജപ്തിയിലേക്ക് നീങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു പണം കൊടുത്ത് അവർ ആ ഒരു പ്രശ്നം പരിഹരിച്ചൂടെ എന്നൊക്കെ അങ്ങനെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ദേവ, ഞങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യത്തിനോട് ഇനി എന്നോട് ചോദിക്കരുത്, ഞങ്ങൾ കൊടുക്കില്ല. പിന്നെ ആ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ദേവനോട് മോശമായിട്ടേ പെരുമാറുള്ളൂ. അപ്പം ദേവനെ ഞാൻ ചീത്ത വിളിച്ചു എന്നുള്ളൊരു ചീത്തപ്പേര് കൂടി എനിക്ക് ഉണ്ടാവരുത്. ഒരു പൂജാരിയായ ദേവനെ ഞാൻ ഇങ്ങനെ തെറി വിളിച്ചു എന്നുള്ള ഒരു 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 മോശം കാര്യം കൂടി ഇനി എനിക്ക് വേണ്ട എന്നൊക്കെ അങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി അവരോട് അങ്ങ് വാണിംഗ് കൊടുക്കുകയാണ്. ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ തരില്ല എന്നാണ് സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അവസാനമായിട്ട് അങ്ങ് പറയുകയാണ്. ഇനി ചോദിച്ചാൽ ഞങ്ങളുടെ ക്യാരക്ടർ മാറും എന്നൊക്കെ പറഞ്ഞൊരു വാണിംഗും കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല നിങ്ങളോട് ഈ കാര്യം ഞങ്ങളോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ആരാണ് നിങ്ങളോട് പറഞ്ഞത്, കണിമംഗലത്തുകാരങ്ങനെ വിളിച്ചു പറഞ്ഞു ആ പണം തിരിച്ചു തരാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ എന്നൊക്കെ അവർ അങ്ങ് തിരിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ രാധികയായിരിക്കും, അവൾക്ക് പിന്നെ ഞങ്ങൾ ഈ പണം ഉപയോഗിച്ച് ഇവിടുന്ന് അങ്ങനെ റിച്ചായിട്ട് അങ്ങ് ജീവിക്കുന്നതൊന്നും വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ ഇവരങ്ങ് ഊഹിച്ച് പറയാണ്. സുകുമാര മുത്തശ്ശിയും കൂടി പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് നമ്മൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല റിച്ചായി ജീവിക്കുന്നതൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് ആ പണം എങ്ങനെയെങ്കിലും കണിമംഗലത്തേക്ക് തന്നെ തിരിച്ചെത്തിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരിക്കും വേണമെങ്കിൽ ഇവരോട് അത് പറഞ്ഞത് എന്നൊക്കെ ഇവരങ്ങ് ഊഹിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദേവൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അവരാരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, മോൾ എന്നെ വിളിച്ചിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെ അവളൊക്കെ ഈ കാര്യം പറയുന്നത്, ഇത് ഞാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ദേവ, ആ പണം എന്തായാലും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല, പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഈ വാശിയൊക്കെ വിട്ടിട്ട് ഞങ്ങളെ കൂടെ കൂടിക്കോ, ഞങ്ങളെ കൂടെ കുറച്ചുകൂടി റിച്ചായിട്ട് അങ്ങ് ജീവിക്കാം നമുക്ക് ഈ പണമൊക്കെ ഉപയോഗിച്ചിട്ട്, നീ ഇപ്പോൾ പുറത്ത് നേരത്തെ വന്ന കാറില്ലേ, അതാണ് ഇനി നമ്മൾക്ക് യാത്ര ചെയ്യാനുള്ള കാറ്, നമുക്ക് ആ കാറിലൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ ജീവിതം അങ്ങ് ആസ്വദിക്കാടാ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, എനിക്കതുപോലെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എന്നൊക്കെ അങ്ങനെ അവരോട് അങ്ങ് എതിർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങളുടെ കാര്യങ്ങളൊന്നും എതിർത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരാൻ നിൽക്കണ്ട, നമ്മൾ തമ്മിൽ ഉടക്കാകും, അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് ചോദിച്ചു വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ദേവന് ഭയങ്കര ടെൻഷനായി അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, അവരോട് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, അവർ തരില്ല, ഇനി നമുക്ക് അങ്ങോട്ട് ചോദിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങ് തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് യശോദ ചോദിക്കുന്നുണ്ട്, അല്ല നമുക്ക് രാധികയുടെ അടുത്തേക്കൊന്ന് പോകണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഇനി അങ്ങോട്ടൊന്ന് പോകാനുള്ള ഒരു മനസ്സില്ല, അത് നമുക്ക് ഇനി അങ്ങോട്ടൊന്നും പോകണ്ടേ, എങ്ങനെ അവളെ ഫേസ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട്. പിന്നെ കണിമംഗലത്താണെങ്കിൽ ഈ പരമേശ്വരന് ഭയങ്കര ടെൻഷനായിട്ട് വീട്ടുമുറ്റത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ വീട്ടുമുറ്റത്ത് ഇരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നാളെ ജപ്തിയാണെന്നുള്ള ആ ഒരു ടെൻഷൻ കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് പത്മിനി അങ്ങ് അടുത്തേക്ക് വരാമെന്നാണ്. അപ്പം പത്മിനി പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ പുറത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആ പട്ടണത്തിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഈ നാട്ടിലേക്ക് വന്നതും നമ്മുടെ ഈ വീട് തറയുണ്ടാക്കുന്നതും ആദ്യമായിട്ട് കല്ലടിക്കുന്നതും എല്ലാം നിനക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ മറക്കാതിരിക്കാൻ പറ്റുമോ,
അതൊക്കെ മറക്കാൻ എങ്ങനെ കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ പത്മിനിയും കൂടി അങ്ങ് പറയാണ്. അപ്പോൾ ഈ പരമേശ്വരൻ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അന്ന് ഞാൻ ഓരോ വീടിൻ്റെ കല്ല് വെക്കുമ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിലൊരു പ്രതീക്ഷയായിരുന്നു. മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളൊരാഗ്രഹം. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ആഗ്രഹങ്ങളും ആർക്കും ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയാണ്. അപ്പോൾ ആ ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരുന്ന ആ ഒരു കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇവർ അങ്ങനെ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ഈ വീട് നഷ്ടപ്പെടാൻ പോകുകയാണ് എന്നുള്ള ആ ഒരു സെൻറ്റിമെൻ്റാണ് അവിടെ ആ ഒരു അച്ഛൻ കാണിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല അമ്മ ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ ഉറങ്ങി എന്നൊക്കെ ഇങ്ങനെ പത്മിനി പറയാണ്. അപ്പം പത്മിനിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ ഇവിടെ ഒച്ച ബഹളമൊക്കെ വെച്ച് ആളെ കൂട്ടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പത്മിനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. ആ പത്മിനി പറയുന്നുണ്ട്, എന്താ എന്താ പരമേശ്വരേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യം പറയാൻ വേണ്ടി നിൽക്കുന്ന ഭാഗത്താണ് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിലാണെങ്കിൽ ആ ജപ്തി ചെയ്യാനുള്ള ആളുകളൊക്കെ അങ്ങ് വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ജപ്തി തടയാൻ വേണ്ടി ആ പരമേശ്വരൻ്റെ അടുത്തേക്ക് നമ്മുടെ ചന്ദ്രശേഖരൻ അങ്ങ് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ ആ ജപ്തി അങ്ങ് തടയുന്നൊക്കെ ഉണ്ട്. ഈ ജപ്തി ഞാൻ വീട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബാങ്കുകാർ പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം എന്നൊക്കെ അങ്ങനെ ഇവരോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അപ്പോൾ ഈ ജപ്തി വീട്ടാനുള്ള ആൾ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാറിൽ നിന്ന് അങ്ങ് ഒരു സ്ത്രീ അങ്ങ് ഇറങ്ങുന്നുണ്ട്. അത് മിക്കവാറും സേറ ആയിരിക്കും. അപ്പോൾ പുതിയൊരു മുഖം അങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാരായിരിക്കും സേറ എന്നൊക്കെ നമുക്ക് നാളെ തന്നെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ആൾ.